ഹണി ട്രാപ്പിൽപ്പെടുത്തി ബിസിനസ്സുകാരിൽ നിന്ന് 2.77 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. കർണാടക ദക്ഷിണ കന്നഡ ജില്ലാ ജനറൽ സെക്രട്ടറിയായി നിസാമാണ് പിടിയിലായത്. ശ്രീധരൻ അതിൻ്റെയും വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഇതെന്താണ് തട്ടിപ്പ്? ഏറെക്കാലമായി ഇങ്ങനെ പല വിധത്തിൽ തട്ടിപ്പുകൾ നടത്തുന്ന ആളാണോ ഇയാൾ? ഈ തട്ടിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ദിവിഷ്. ഇദ്ദേഹം ദക്ഷിണ കന്നഡ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഈ നിസാം എന്ന് പറയുന്ന ഈ വ്യക്തി. അത് നമുക്ക് മുഖ്യമന്ത്രിക്കൊപ്പവും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ദൃശ്യങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുമുണ്ട്. ഏതായാലും ഒരു വ്യവസായി, മംഗളൂരു ബേസ് ആയിട്ടുള്ള ഒരു വ്യവസായിയാണ് പരാതിക്കാരൻ. അദ്ദേഹത്തിൽ നിന്ന് 2.77 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഹണി ട്രാപ്പ് ഉപയോഗിച്ച്, അതായത് ജിതേഷ് എന്ന് പറയുന്ന ഒരാൾ ഹണി ട്രാപ്പിലൂടെ ഈ വ്യവസായിയെ പെടുത്തി പലതവണ പണം തട്ടി. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായം ചോദിച്ചാണ് ഈ വ്യവസായി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തന നേതാവ് കൂടിയായിട്ടുള്ള നിസാമിനെ സമീപിക്കുന്നത്. അതിനുശേഷം ഇയാൾ കൂടി ഈ തട്ടിപ്പുകാരൻ്റെ ഒപ്പം കൂടി ഈ ഭീഷണി തുടർന്നു. ആദ്യം 35 ലക്ഷം രൂപ വാങ്ങി, പിന്നീട് പല ഘട്ടങ്ങളിലായി 2.77 കോടി രൂപ വാങ്ങുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഈ ജിതേഷ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിൻ്റെ ചിത്രങ്ങൾ, ഒരു ശവദാഹത്തിൻ്റെ ശവമടക്കിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ കാണിച്ച് അതിനുകൂടി ഇയാൾ ഉത്തരവാദിയാണ്, ഇയാളുടെ ഭീഷണിയെ തുടർന്നാണ് ജിതേഷ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി വീണ്ടും ഈ നിസാം പണം തട്ടിയെന്നാണ് പരാതിയിൽ പറയുന്നത്. അവിചാരിതമായി മംഗളൂരു നഗരത്തിൽ വെച്ച് ഈ മരിച്ചുവെന്ന് പറയുന്ന ഈ ജിതേഷിനെ ഈ വ്യവസായി കാണുകയാണ്. അങ്ങനെയാണ് ഇതൊരു തട്ടിപ്പാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. ഇതിന് പിന്നാലെ മംഗളൂരു പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജിതേഷിനെയും അതുപോലെ തന്നെ നിസാമിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ഇയാൾക്കെതിരെ നിരവധി ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ട്. ഇതിനു മുൻപും പരാതി ഉയർന്നിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ, അറസ്റ്റിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇയാളെ പുറത്താക്കിയതായിട്ട് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും കർണാടകത്തിൽ ഭരണത്തിലേറിയതിനു ശേഷം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇയാൾ കൂടുതൽ ആസൂത്രണം ചെയ്തു. കോൺഗ്രസ് ഭരണത്തിലേറിയതിനു ശേഷം വലിയ തട്ടിപ്പുകൾ ഇയാൾ ആസൂത്രണം ചെയ്തതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കൂടുതൽ പരാതിക്കാർ അകത്തിട്ട് നന്നായി, അല്ലെങ്കിൽ ഇനിയും എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയതിന് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണം പിടിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ കുതന്ത്രങ്ങളാണ് ആളുകൾ പയറ്റുന്നതാണ്.